ട്രിവാൻഡ്രം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐഡന്റിറ്റി ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇവന്റിന് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഞങ്ങളുടെ അവസാനത്തെ പ്രീ റിലീസ് ഇവന്റാണ്. ട്രിവാൻഡ്രത്തെ ക്രൗഡിനെയാണ് ഐഡന്റിറ്റി ടീം അവസാനമായിട്ട് അഡ്രസ് ചെയ്യുന്നത്. ഇനി ഞങ്ങൾക്ക് ഇനി പ്രൊമോഷൻ ഇന്റർവ്യൂസോ ഇവന്റ്സോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇനി ജനുവരി 2-ാം തീയതി തിയേറ്റേഴ്സ് ഓൾമോസ്റ്റ് 250ഓളം കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് ഈ സിനിമ എത്തിക്കുക എന്ന് പറയുന്നത് മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ള ഒരു ദൗത്യമുള്ളൂ. എന്നെ അനസ്കാരെ സംബന്ധിച്ചിടത്തോളം ഫോറൻസിക് എന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് ഒരു 2 മാസത്തോളം പ്രീ പ്രൊഡക്ഷൻ, 2 മാസത്തോളം ഷൂട്ടും, 2 മാസത്തോളം പോസ്റ്റ് പ്രൊഡക്ഷൻ. ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങി, ഡിസംബറിൽ ഷൂട്ട് കഴിഞ്ഞു, ഫെബ്രുവരിയിൽ സിനിമ റിലീസായി. മൊത്തം 6 മാസം കൊണ്ട് ആ സിനിമയെ കംപ്ലീറ്റ് ആയി ഒരു ഭയങ്കര ലൈറ്റിംഗ് സ്പീഡിൽ സംഭവിച്ച ഒരു സിനിമയാണ്. പക്ഷെ ഐഡന്റിറ്റി അങ്ങനെയല്ല. ഞങ്ങളുടെ രണ്ടുപേരും അതുപോലെ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും അവരുടെ ജീവിതത്തിലെ ഒരുപാട് വലിയ കാലഘട്ടവും എഫേർട്ടും ഇട്ടാണ് ഈ സിനിമയുടെ കൂടെ നിന്നത്. ഓൾമോസ്റ്റ് 131 ദിവസത്തെ ഷൂട്ട്, 1 വർഷത്തെ സ്പാനിനിടയ്ക്ക് 5 സംസ്ഥാനങ്ങളിൽ. ഐഡന്റിറ്റിയുടെ കഥ കൺസീവ് ചെയ്യുന്ന സമയത്തുള്ള എന്റെയും മനസ്സിലാന്റെയും ഏറ്റവും വലിയ ധൈര്യം ടൊവിനോ എന്ന് പറയുന്ന സുഹൃത്ത് കൂടെ നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, നമുക്കൊരു നോർമൽ സാഹചര്യത്തിൽ നമുക്ക് ഷൂട്ടും സാധ്യമല്ലാത്ത, നമുക്ക് പെർമിഷൻസ് ഇല്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് സിനിമയുടെ കഥ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നത്. സോ അതെങ്ങനെ സാധ്യമാക്കിയെടുക്കും എന്ന് പറയുന്നത് കൃത്യമായ പ്ലാനിങ്ങോടെ ഒരു വലിയൊരു ടീം കൃത്യമായി നമ്മുടെ കൂടെ എല്ലാം മറന്നു നിന്നാൽ മാത്രം എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ടീം നമ്മോടൊപ്പം നിന്നു. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ശ്രീ രാജമോഹൻ സർ, ഡോക്ടർ കോൺഫിഡൻ, CJ റോയ് സർ, അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഗോകുലം മൂവീസ്, ഡ്രീമിംഗ്, ഇവരെല്ലാവരും ഈ വിഷന്റെ കൂടെ നിന്നതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഞാൻ പറഞ്ഞു വന്നത് 2020 മുതൽ 1 വർഷത്തോളം സ്ക്രിപ്റ്റും 1 വർഷത്തോളം അതിനുശേഷം ഈ സിനിമ എങ്ങനെ കൺസീവ് ചെയ്യണമെന്ന് ഞാനും മനസ്സിലാക്കി ഒരു ധാരണ ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് ഈ സിനിമയിലെ ക്യാമറമാൻ അങ്കിൾ, എഡിറ്റർ ചമൻ, ജെയ്ക്സ് ബിജോയി, പ്രൊഡക്ഷൻ ഡിസൈനർ അനീസ് നാടോടി, ആർട്ട് ഡയറക്ടർ സാബി മിശ്ര, എല്ലാ ആളുകളും വന്ന് ജോയിൻ ചെയ്ത് 1 വർഷത്തോളം ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു യാത്ര സഞ്ചരിക്കുകയും പിന്നീട് ഒരു 131 ദിവസത്തെ, എന്നാൽ 1 വർഷം സ്പാനിനിടയ്ക്ക് അടുത്തൊരു ഷൂട്ടുമുള്ള മൊത്തം 4 വർഷത്തെ ഒരു യാത്രയാണ് ഇന്നത്തെ പ്രീ റിലീസ് ഇവന്റിൽ ഞങ്ങൾക്ക് അവസാനിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഒറ്റ വാചകമേ എനിക്ക് പറയാനുള്ളത്, എന്താണോ നിങ്ങൾക്ക് ഈ ട്രെയിലറിൽ നിന്നും ടീസറിൽ നിന്നും കാണുന്നത്, എന്താണോ നിങ്ങൾക്ക് ഈ ട്രെയിലറും ടീസറും പ്രോമിസ് ചെയ്യുന്നത്, അത് ഞങ്ങളുടെ അഹങ്കാരമോ അമിത ആത്മവിശ്വാസമോ ഒന്നുമല്ല. അത് ഉറപ്പായി ഞങ്ങൾ ഡെലിവറി ചെയ്യും. കാരണം ഞങ്ങളാരും ഇപ്പൊ ഈ വരുന്ന ഒരാളും തിയേറ്ററിൽ വരുമ്പോൾ നിരാശരാകരുത് എന്ന് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോ ആളുകളും, ചീഫ് ടെക്നീഷ്യൻസിന് മാത്രമല്ല, ഓരോ ആളുകളും, ഈ അവസാനത്തെ സൗണ്ട് മിക്സിൽ നിന്ന ആളുകൾക്ക് വരെ ഇല്ല ചേട്ടാ നമുക്ക് അതും കൂടെ കറക്റ്റ് ചെയ്തിട്ട് ഔട്ട് എടുക്കാം എന്ന് പറഞ്ഞു നിന്നത്, നിങ്ങളാരും നിരാശരാകരുത് ഈ സിനിമ കാണുമ്പോൾ എന്ന് ഞങ്ങൾക്ക് അത്ര നിർബന്ധം ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. നിങ്ങളെ ഏറ്റവും ധൈര്യത്തോടെ, ഏറ്റവും ആത്മവിശ്വാസത്തോടെ, ഏറ്റവും വിനയത്തോടെ, സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ജനുവരി 2-ന് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട തിയേറ്ററുകളിൽ ഐഡന്റിറ്റി വരുമ്പോൾ നിങ്ങൾ ആ സിനിമ കാണാൻ കാരണം നിങ്ങളെ ആ സിനിമ നിരാശപ്പെടുത്തില്ല. താങ്ക് യു സോ മച്ച്. നമസ്കാരം. അതുപോലെ ധാരാളം പേര് വളരെയധികം ഇഷ്ടപ്പെട്ട് പണിയാണ്, പ്രത്യേകിച്ച് ഈ അപ്പോൾ ഫൈനൽ റിസൾട്ട് നമ്മളെല്ലാം പ്രതീക്ഷിച്ചതിനെ കണ്ടിട്ടുള്ള ഒരു ഭയങ്കര ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്റർടൈൻമെന്റ് വേണ്ടിയാണ് സെറ്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും വന്ന് കാണുന്നത്. നമസ്കാരം. ട്രിവാൻഡ്രം സുഖല്ലേ? ഐഡന്റിറ്റി എന്ന് പറഞ്ഞ ഒരു എന്നെ സംബന്ധിച്ചൊരു എൻ്റെ ബാഹുബലിയാണ്. കാര്യം ഓരോ ഷോട്ടിലും ഇതിന്റെ പ്രൊഡ്യൂസറിന്റെ സപ്പോർട്ടോടെ അനസും അഖിലും അവർ കൊടുത്ത ആത്മാർത്ഥമായ പരിശ്രമം ഇപ്പൊ കണ്ട ടീസറിലും ട്രെയിലറിലും എവിഡന്റ് ആണ്. അത് ഞാൻ വളരെ കുറച്ചേ ഉള്ളൂ, ചെറിയൊരു വേഷമാണ്. ആ കുറച്ച് ദിവസങ്ങൾ ഞാൻ കണ്ട കാഴ്ച ഒരു സിനിമാ പ്രേക്ഷകനെന്നുള്ള നിലയിലും സിനിമാ പ്രവർത്തകനെന്നുള്ള നിലയിലും എന്നെ ഇൻസ്പയർ ചെയ്യുകയും കൊതിപ്പിക്കുകയും ചെയ്തതാണ്. അതിലെനിക്ക് ഉറപ്പുണ്ട് അവരുടെ കൂടെ കട്ടക്ക് നിന്ന മെയിൻ ആക്ടേഴ്സിന്റെ 2 പേര് ഇവിടെ ഉണ്ട്, ടൊവിനോയും വിനയസാണ്. നമുക്കറിയാം ടൊവി ഇങ്ങനത്തെ വലിയ സിനിമകൾ നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. എല്ലാ സിനിമയിലും എന്തെങ്കിലും ഒരു രസകരമായ, ഇവന്റ്ഫുള്ളായ, അഡ്വഞ്ചറസ് ആയ ഒരു കാഴ്ച പെർഫോം ചെയ്ത് നമ്മളെ കാണിച്ചിട്ടുണ്ട്.
ഞാൻ ഏറ്റവും കുറവുള്ളൊരു സിനിമ 2018 പോലും ഹെലികോപ്റ്ററിലോട്ട് കൊച്ചിനെ എത്തിക്കുന്ന സീൻ തീർച്ചയായിട്ടും നമുക്ക് തിയേറ്റേഴ്സിൽ ഗൂസ് ബംസ് തന്ന മൊമെന്റ് ആണ്. മറ്റു സിനിമകൾ ഞാൻ പറയുന്നില്ല. ഐഡന്റിറ്റി അദ്ദേഹത്തിന്റെ ഷോ ആണ്. ആ ഷോ കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ്. അതിന് മുഴുവൻ സിനിമയോ അതിന് മുഴുവൻ ട്വിസ്റ്റോ ടേണോ കഥയോ എനിക്കങ്ങനെ അറിയില്ല. അഖിൽ വിളിച്ചു, അനസും വിളിച്ചു, എനിക്കൊരു അവസരം തന്നു. കോമഡി മാത്രം ചെയ്യുന്ന പോരല്ലോ, ഒരു വ്യത്യാസമുള്ളൊരു സാധനം തരാം. അതിനെ സംബന്ധിച്ച് രാജു സാറിനോട് നന്ദിയുണ്ട്. വേറൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ജനുവരി 2-ാം തീയതി ധൈര്യപൂർവ്വം ആത്മാർത്ഥമായി കോൺഫിഡന്റ് ആയിട്ട് ഒരു സിനിമയ്ക്ക് പ്രേക്ഷകരായ നിങ്ങളെ സ്വാഗതം ചെയ്യാം. മാറുന്ന മലയാള സിനിമയുടെ പുതിയ മുഖം 2024 നമുക്ക് ഒരുപാട് സിനിമകളിലൂടെ കണ്ടു. 2025 അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ ഐഡന്റിറ്റിയിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ಎಲ್ಲರಿಗೂ ವಣಕಂ. ಫಸ್ಟ್ ಅಂಡ್ ಫಾರ್ಮೋಸ್ಟ್ ಎಲ್ಲರಿಗೆ புது வருஷ ஆசம்சைகள் விஷ் பண்ணோம். ரெண்டாவது திருச்சூர்ல, கொச்சின்ல, அப்புறம் இப்ப இங்க திருவனந்தபுரம்ல நீங்க எல்லாரும் வந்து இந்த ஃபங்க்ஷன் நீங்க அட்டென்ட் பண்ணிருக்கீங்க, சப்போர்ட் பண்ணிருக்கீங்க. அதுக்காக ரொம்ப ரொம்ப நன்றி. ஃபர்ஸ்ட் இந்த படத்தோட ப்ரொடியூசர் ராஜு மல்யன் சார், ராகம் மூவிஸ், மேக்கிங் மூவிஸ் ஃப்ரம் 1979. இட் இஸ் அவர் பிரிவிலேஜ் சார். இந்த படமும் உங்க 1979 இருந்து எத்தனை படங்கள் எடுத்திருக்கீங்க, இந்த படமும் உங்க கேட்டலாக்ல இருக்குன்னு அது ஒரு ப்ரௌட் மூமெண்ட் நமக்காக. ரெண்டாவது இவர் இந்த படத்துல he gave us a free hand and let us experiment in this movie. ஆக்ஷன் சீன்ஸ் என்னவும் இருந்தாலும், எவ்வளவு பெரிய ஆக்ஷன் பிளாக்ஸ் இருந்தாலும் அவர் நமக்கு சப்போர்ட் பண்ணிருக்காங்க. ரொம்ப நன்றி சார். ரெண்டாவது டாக்டர் ராய் சிஜே ஃப்ரம் கான்ஃபிடென்ட் குரூப். என் மாதிரி அவரும் பெங்களூர்ல இருந்தார். எனக்கு ரொம்ப சந்தோஷம் அவர் இந்த ப்ராஜெக்ட்ல வந்து இந்த ப்ராஜெக்ட் சப்போர்ட் பண்ணிருக்காங்க. ஸோ தேங்க்யூ சார் ஃபார் யுவர் சப்போர்ட் பிஹைண்ட் திஸ் ப்ராஜெக்ட். அண்ட் இந்த படத்தோட டைரக்டர் அனாஸ் அண்ட் அகில் எனக்கு வந்து இந்த ஸ்டோரி ஒரு வருஷம் முன்னாடியே சொன்னாங்க. இந்த ஸ்டோரி கேட்ட உடனே நான் எனக்கு தெரியும் இந்த சான்ஸ் திரும்பி வராதுன்னு. நான் டோவிக்கு உடனே ஃபோன் பண்ணி சொன்னேன், என்ன இருந்தாலும் இந்த படம் நான் பண்ண போறேன். ஸோ ஐ ஹோப் ஐ டிட் ஜஸ்டிஸ் டு த மூவி. அண்ட் நான் டோவி மீட் பண்ணல இந்த படத்துக்கு முன்னாடி. மீட் பண்ணிட்ட அப்புறம் he is one of my favorite artists, one of a really dear friend, and he's worked really hard in this movie. அவர் இந்த படம் and he will take Malayalam cinema to the next level. I wish you the best, Tovi, always. Okay, I mean it. அது தவிர நம்மோட டெக்னிக்கல் டீம் அகில் ஜார்ஜ், சமன் சாக்கோ, ஜேக்ஸ் விஜய், அனீஸ் நாடோடிகள் நம்ம கூட இல்லை. ஆனா நீங்க பார்த்தது எல்லாமே one of the biggest backbone and foundation அவர் தான். To show you such on a Hollywood level எப்படி வர படம் எடுத்திருக்காங்கன்னு டெக்னிக்கலி அந்த மாதிரி அவர் கொடுத்திருக்காங்க குவாலிட்டி. So thank you guys. And Tovi from the cast, Tovi, Trisha, Aju Varghese sir, Shamit Likan sir, Gopika, Archana, Aditya and me. Thank you for your support. படம் Jan 2nd 2025 it's our privilege. நாம் இயர் ஸ்டார்ட் பண்றோம் நம்ம படத்துக்கு கூடவே. So please வந்து பாருங்க. I promise you we are going to surprise you. Thank you. Hello Trivandrum. സുഖമാണോ? സുഖമല്ലേ? സുഖമാണോ? അങ്ങനെ വേണം, സുഖമായിരിക്കട്ടെ എപ്പോഴും. അതന്നെയാണ് എന്റെയും ആഗ്രഹം. ഒരുപാട് സന്തോഷം. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ട്രിവാൻഡ്രത്ത് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ നല്ല വളരെ ഗംഭീരമായിട്ടുള്ള സ്വീകരണം കിട്ടിയിട്ടുണ്ട്. ഒരു തവണ ഒരു മോളില് ഇതുപോലെ വന്ന് ആൾക്കൂട്ടം വന്നിട്ട് മോളില് മറ്റേ ഗ്ലാസ് ഡോറൊക്കെ പൊട്ടി ഓർമ്മയുണ്ട്. അതെന്റെ ജീവിതത്തിൽ ഞാൻ വേറെ എവിടെ പോയിട്ടും അത്രയും ഭീകരമായിട്ടുള്ള ഒരു സ്വീകരണം കിട്ടിയിട്ടില്ല. അതും ഈ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന തിക്കും തിരക്കുമാണെന്ന് മനസ്സിലാവുന്നു. അപ്പൊ ട്രിവാൻഡ്രത്ത് ഇവിടെ ഈ ലുലു മോളിൽ തന്നെ ഞാൻ ഇതിനു മുമ്പ് 2 തവണ പ്രമോഷന് വന്നിട്ടുണ്ട്. അത് അജയൻ 2ാം മോഷണത്തിന് വേണ്ടിയിട്ടും വന്നിട്ടുണ്ട്, തല്ലുമാലയ്ക്ക് വേണ്ടിയിട്ടും വന്നിട്ടുണ്ട്. അവിടെയും നല്ല സ്വീകരണം വന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. തിയേറ്ററിലും നല്ലപോലെ സ്വീകരിച്ചു. ഇപ്പൊ അജയൻ 2ാം മോഷണം വന്ന സമയത്ത് അത് ടിവിയിലും നന്നായിട്ട് സ്വീകരിച്ചു. എല്ലാവരുടെയും വീടുകളിലും ആ സിനിമയെ നന്നായിട്ട് സ്വീകരിച്ചു. അപ്പൊ അതുപോലെയുള്ള സ്നേഹവും സ്വീകരണവും തുടർന്നും
പ്രതീക്ഷിക്കും. ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ടുള്ള എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അത് തീർച്ചയായിട്ടും അത് നല്ല സിനിമയാണ്. അതിന്റെ പിന്നിൽ അഖിലിന്റെയും മനസ്സിന്റെയും ഒരുപാട് റിസർച്ചും ഹാർഡ് വർക്കും സിനിമയുടെ ആളുകളുടെ എല്ലാ ഹാർഡ് വർക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളും എന്റെ ആസ് എൻ ആക്ടർ എന്റെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ ഇതിന് തൊട്ടു മുമ്പത്തെ സിനിമയോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ സിനിമയായിട്ടോ യാതൊരു സാമ്യവും ഇല്ലാത്ത, എന്റെ അടുത്ത് വരാൻ പോകുന്ന സിനിമയായിട്ട് യാതൊരു സാമ്യവും ഇല്ലാത്ത പലതരം ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് പലതരം സിനിമകളുടെ പലതരം സ്ക്രീൻ പ്ലേകളുടെ ഭാഗമാവാനായിട്ട് സാധിക്കുന്നു എന്നത് എന്റെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആദ്യം തന്നെ അപ്പോ സംവിധായകരോട് എനിക്ക് അങ്ങനെയുള്ള നല്ലൊരു കഥാപാത്രത്തെയും നല്ല ഒരു സിനിമയും തന്നതിന് നന്ദി പറയുന്നു. പിന്നെ നമ്മളുടെ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് നമ്മള് നാഗ മൂവീസ് ഫോറൻസിക് ഇന്ത്യൻ പ്രൊഡക്ഷന്റെ ഭാഗമായിരുന്നു. ഈ സിനിമ ഒരുപക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായിരിക്കും. പക്ഷെ 1979 അതായത് ഞാൻ ജനിക്കുന്നതിന് 10 വർഷം മുമ്പ് സിനിമ എടുത്തു തുടങ്ങിയ ആളാണ്. ഇപ്പോ ഇങ്ങനെയൊരു സിനിമ നമ്മൾ പരിമിതമായിട്ടുള്ള കുറെ സൗകര്യങ്ങൾ നടുക്ക് വെച്ച് നമ്മൾ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള വലിയൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ കൂടെ നിന്ന് ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് അദ്ദേഹം. അദ്ദേഹത്തിനും ഇവിടെ ഞാൻ നന്ദി പറയുകയാണ്. അതിന്റെ ഒപ്പം ഈ സിനിമ പുരോഗമിച്ച് വരുമ്പോൾ നമുക്ക് പ്രൊഡക്ഷനിൽ ഒരു പാർട്ട്ണർ കൂടെ വേണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ സിനിമയോടും ഞങ്ങളോടുമുള്ള ഇഷ്ടം കൊണ്ട് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളാണ് കോൺഫിഡന്റ് ഗ്രൂപ്പും ഡോക്ടർ നോയ്സ് CJ അദ്ദേഹത്തിനും ഞാൻ നന്ദി പറയുന്നു. അപ്പം ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ശ്രീഗോകുലം മൂവീസ് ആണ്. ഗോകുലം മൂവീസിന്റെ അവർക്ക് വേണ്ടി ഡ്രീം ബിഗ് മൂവീസ് ആണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ എത്തിക്കുന്നത്. അവര് ഇതിനു മുമ്പും ഗംഭീരമായിട്ട് പല സിനിമകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ നിങ്ങളിലേക്ക് ഏറ്റവും മനോഹരമായിട്ട് തന്നെ അവരെത്തിക്കും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആക്ടേഴ്സിനെ ഇപ്പൊ വിനയ് സാറാണെങ്കിലും ഞങ്ങൾ ഈ സിനിമയുടെ ഭാഗമായിട്ടാണ് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 5-6 hours അറ്റ്ലീസ്റ്റ് വി ടോക്ക് അല്ലെ. ഞങ്ങള് സിനിമയെ പറ്റിയിട്ട് ഒരു 90s മുതലുള്ള അല്ലെങ്കിൽ 80s അവസാനം മുതൽ 90s തൊട്ടുള്ള ഹോളിവുഡ് സിനിമകളുടെ ഒരു എൻസൈക്ലോപീഡിയാണ് അദ്ദേഹം. അപ്പൊ ഞാനെപ്പോഴും മൂവീസിന്റെ സജഷൻസ് മേടിക്കുന്ന അദ്ദേഹത്തിന്റെ. അതല്ലെങ്കിലും വൈകുന്നേരങ്ങളിൽ വീട്ടിലെ വിശേഷം പറഞ്ഞിരിക്കാനാണെങ്കിലും അതല്ല നമുക്ക് സിനിമകളെ പറ്റിയുള്ള സ്വപ്നങ്ങളും ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകളുടെ കഥകൾ ഡിസ്കസ് ചെയ്യാനും ഒക്കെ വളരെ അടുത്തൊരു സുഹൃത്തായിട്ട് നിന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് അജുവേട്ടൻ അത് നമ്മൾ കൊച്ചിയില് ഈ സിനിമയുടെ ഒരു ടീസർ ലോഞ്ചിന്റെ ഭാഗമായിട്ട് നിന്നപ്പോൾ അന്ന് സംസാരിച്ച് അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വലിയ വിജയങ്ങളാണ്. ഒരുപക്ഷെ നമ്മളുടെ കോമ്പിനേഷൻ ഭയങ്കര അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അത് തന്നെ ഈ സിനിമയ്ക്ക് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഇതിൽ ഭാഗമായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഷമ്മി ചേട്ടനുണ്ട്, പിന്നെ അർച്ചന കവി, ഗോപിക രമേശ്, പിന്നെ വിശാഖുണ്ട്, പിന്നെ അർജുൻ രാധാകൃഷ്ണനുണ്ട്. അർജുൻ രാധാകൃഷ്ണൻ ഞങ്ങൾ ഒരുമിച്ച് ഡിയർ ഫ്രണ്ട് ചെയ്തതാണ്. അതിനുശേഷം ഇങ്ങനൊരു സിനിമയെ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റി. പിന്നെ പ്രധാനപ്പെട്ട ഒരു പേര് പറയാൻ ക്ഷമിക്കണം. സ്റ്റേജിൽ കയറുമ്പോ ഇത്രയും കൊല്ലമായി സ്റ്റേജിൽ കയറി തുടങ്ങിയിട്ടുണ്ടെങ്കിലും സ്റ്റേജിൽ കയറുമ്പോ എപ്പോഴും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റേജിൽ കയറുന്ന ആളല്ല. അത് കാരണം കൊണ്ട് തന്നെ ചെറിയൊരു നെർവസ്നെസ് ഒക്കെ ഉണ്ടാവും. ഞാൻ പല പേരുകളും മറന്നുപോകാറുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ മറന്നുപോയ പേര് തൃഷയുടെയാണ്. ക്ഷമിക്കണം. ഈ പടത്തിന്റെ ഞങ്ങളെ ഏറ്റവും സന്തുഷ്ടരായിട്ടുള്ളത് ആ ഒരു കാസ്റ്റിംഗിൽ തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതുപോലുള്ള ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടേഴ്സും അതേസമയം തന്നെ ഈ സിനിമ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അതുപോലെ നമ്മളെക്കാൾ സ്റ്റാർഡമുള്ള ഒരു ആക്ട്രസ് വേണം എന്നുണ്ടായിരുന്നു. ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ മുതലേ പുള്ളിക്കാരി നേരത്തെ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയതുകൊണ്ട് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയം മുതലേ ഞാൻ തിയേറ്ററിൽ തന്നെ, ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചത്. അപ്പൊ ആ സമയത്ത് തിയേറ്ററിൽ തന്നെ പോയി ഷാമിന്റെ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഈ സിനിമയിൽ മലയാളത്തിലുള്ള മറ്റു സഹതാരങ്ങളെ പോലെ തന്നെ അത്രയും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുള്ളിക്കാരി വന്നിട്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും മറ്റു വലിയ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ വർക്ക് ചെയ്യുന്ന
അവരൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമുക്ക് അവർക്ക് അവിടെയൊന്നും പ്രൊവൈഡ് ചെയ്യുന്ന അത്രയും സൗകര്യങ്ങൾ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അങ്ങനെ സൗകര്യങ്ങളല്ല, സിനിമയോടുള്ള സ്നേഹമാണ് പുള്ളിക്കാരെ ഇവിടെ എത്തിച്ചത് എന്ന് മനസ്സിലായത് ഞങ്ങളെ എല്ലാവരെയും കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് നമ്മളുടെ കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി പുള്ളിക്കാരി പ്രവർത്തിച്ചിട്ടുണ്ട്. ബാക്ക് ടു ഷെമ്മൻ വരാൻ സാധിച്ചിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി റിലീസിന് ശേഷം പ്രമോഷന്റെ ഭാഗമായിട്ട് ഷെമ്മൻ വരുമായിരിക്കും. പിന്നെ അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റ്, അവരോട് എല്ലാവരോടും നന്ദിയുണ്ട്. കാര്യം എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ നിന്നതുകൊണ്ടാണ് ഈ സിനിമ നമ്മൾ വിചാരിച്ച പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഈ സിനിമയുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയാലും, മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, അതുപോലെ ലൈറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, തുടങ്ങി ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ ഈ പറഞ്ഞതുപോലെ ഒരു 2023 ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങി. ഞാനൊരു 2023 ഡിസംബറിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ 2024 ഒരു ജൂലൈ വരെ നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തു. ഈ സമയം കൊണ്ട് ആ ക്രൂവിലുള്ള എല്ലാവരും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു സൗഹൃദവും സ്നേഹമുണ്ട്. ഈ സ്നേഹം നമുക്ക് ഇത് ഒരു സീരിയസ് സിനിമ എടുക്കുമ്പോൾ പോലും അതിന്റെ ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്ന തമാശകൾക്ക് കാരണം ആ സ്നേഹവും ആ സൗഹൃദവുമായി. അത് ഈ സിനിമയ്ക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ എല്ലാവരെയും പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അവരോട് ഓരോരുത്തരോടും ഒരുപാട് നന്ദിയും സ്നേഹമുണ്ട്. അതിലുള്ള ഓരോരുത്തരുമാണ് ഈ സിനിമയിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇനി ഈ സിനിമ ഈ ജാനുവരി 2-ാം തീയതി പുതുവർഷത്തോടെ ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. ഇനി ഈ സിനിമ ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ് ഈ സിനിമയെ പറ്റി. ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെ നന്നായിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകരാണ്. അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആൽഫാമിന്റെ ഭാഗമാകുന്നത്. അപ്പോൾ ജാനുവരി 2-ാം തീയതി ഞങ്ങൾ ഏറെ പ്രതീക്ഷകളോടെ ഈ സിനിമ നിങ്ങളുടെ അടുത്തേക്ക് ഇറക്കിവിടുകയാണ്. അതിനുശേഷം ഇത് നിങ്ങളുടെ കൂടെയാണ് ഈ സിനിമ. ഈ സിനിമയെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഏവർക്കും സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ, സമൃദ്ധി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ, സമ്പന്നത ഉണ്ടാക്കട്ടെ, എപ്പോഴും സുഖമായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമ നന്നായിട്ട് വിജയിക്കട്ടെ. ഞാൻ എന്തായാലും ഫസ്റ്റ് ഷോ കാണാൻ പറ്റുന്നറിയില്ല, 2 പിള്ളേരുണ്ട്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കണ്ടിരിക്കും. ടോവിയുടെ എല്ലാ പടവും ഞാൻ കാണാം. സുഖമാണ്. നേരിട്ട് കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇന്നിവിടെ വരുമ്പോ എനിക്കിതിനകത്ത് വരാൻ പറ്റുമെന്നുള്ള ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നെ പോലെ ഒരുപാട് പേര് അടുത്ത് നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഈ ചുറ്റുമുള്ള എല്ലാവരും. അപ്പൊ അവരുടെ ഇതായിട്ട് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഞങ്ങളെപ്പോലെ ഞാനിപ്പോ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു ദിവസം 3-4 സിനിമയൊക്കെ ഇവിടെ വന്ന് തന്നെ കാണാറുണ്ട്. ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് എടുത്ത് തന്നെ കാണാറുണ്ട്. അതുപോലെ ടോവിനോയും ചെറുപ്പകാലത്തിൽ 10 രൂപ ടിക്കറ്റ് ഒക്കെ എടുത്ത് സിനിമ കാണാറില്ലേ? ഒരു ദിവസം 3-4 സിനിമകളൊക്കെ കാണാറുണ്ടായിരുന്നു. എന്നിട്ട് ഫ്രണ്ട്സുമായിട്ട് ആ കഥകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോ ആ ഒരു സ്ഥാനത്ത് നിന്നും ഇപ്പൊ ഇത്ര പേരെ തിക്കും തിരക്കിൽ പോയി സിനിമ കണ്ട ടോവിനെ കാണാനാണ് ഇപ്പൊ ഇത്രയും തിക്കും തിരക്ക് ഇവിടെ ഉള്ളത്. അപ്പോ ആ ഒരു സ്ഥാനത്ത് നിന്ന് ഇവിടെ എത്തിയപ്പോ ടോവിനേക്ക് ഞങ്ങളോടൊക്കെ എന്താ പറയാനുള്ളത്? ഞങ്ങളെപ്പോലെ സാധാരണക്കാരോട്. തീർച്ചയായിട്ടും ഞാൻ സിനിമകള് ഇതുപോലെ 10 രൂപ ടിക്കറ്റിലിരുന്ന് ഏറ്റവും ഫ്രണ്ടിലുള്ളവർക്ക് ഞാൻ കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് അന്ന് AC തിയേറ്ററിൽ ഫ്രണ്ടിൽ റോയിലിരുന്ന് 10 രൂപയ്ക്ക് നമുക്ക് സിനിമ കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ അന്ന് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ അതിനുശേഷവും സിനിമയിൽ വന്നതിന് ശേഷവും ഞാൻ ഇവിടെ അജയന്റെ 2-ാം വർഷത്തിന്റെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു ഞാൻ 2 ദിവസം. അപ്പൊ ഒരു ദിവസം ഓഫ് കിട്ടിയപ്പോ ഞാനൊന്ന് ഇവിടെ വന്നിട്ടൊരു 3 സിനിമ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2023 ഒരു ഫെബ്രുവരി ആ സമയത്ത്. സിനിമകൾ കാണാൻ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഇരിങ്ങാലക്കുടയിൽ എന്റെ വീടിന്റെ അടുത്ത് ക്രൈസ്റ്റ് കോളേജിലും അങ്ങനെയുള്ള അവിടെ പരിസരങ്ങളിലൊക്കെ ആയിട്ട് കുറെ ഷൂട്ടിങ്ങുകൾ നടക്കാറുണ്ട്. അന്ന് ഞാനിതുപോലെ ഷൂട്ടിങ്ങിന് കാണാനായിട്ട് അവിടുന്ന് പുറത്ത് പോയി കാത്തു നിൽക്കും. ക്യാരവാനാണെന്ന് വിചാരിച്ചിട്ട് എത്രയോ തവണ യൂണിറ്റ് പുറത്ത് നിൽക്കുന്നു. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഞാൻ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആഗ്രഹിച്ചു, സ്വപ്നം കണ്ടു എന്നൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ അവരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് സിനിമയിലേക്ക് എത്തി. ഇപ്പൊ 10-12 വർഷമായി 50-ലധികം സിനിമകളായി, 51ാമത്തെ സിനിമയായി എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ട്. അതിനേക്കാൾ സന്തോഷം എന്ന് പറഞ്ഞാൽ നേരിട്ട് ഞാൻ ഒരു സഹായവും ചെയ്തിട്ടില്ലാത്ത, നേരിട്ട്
എനിക്കോ എന്റെയോ പേഴ്സണലായിട്ട് പരിചയമില്ലാത്ത എത്രയോ ആളുകൾ എന്റെ നല്ലതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എത്രയോ ആളുകൾ എന്നെ അൺകണ്ടീഷണലി സ്നേഹിക്കുന്നു. അത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ആ സ്നേഹം തിരിച്ചുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് ഈ സ്നേഹം ഉണ്ടാകാൻ കാരണം സിനിമയാണ്. ആ സിനിമയോട് 100% ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളതും തുടർന്നും നിങ്ങളിലേക്ക് നല്ല സിനിമകളുമായി നിങ്ങളെയൊക്കെ എന്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് തിരിച്ച് ആ സ്നേഹത്തിന് പകരം തരാനുള്ളത്. ദയവ് ചെയ്ത് വലിയ മനസ്സുള്ള നിങ്ങൾ മുഴുവൻ മനസ്സോടെ ആ സിനിമകൾ നല്ലതാണെങ്കിൽ സ്വീകരിക്കുക. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ മാക്സിമം. യെസ്. ഹായ് ചേട്ടാ, എന്റെ പേര് അർജുൻ. ഞാൻ ചേട്ടൻ വലിയൊരു ഫാനാണ്, കുറെ മൂവീസുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ചേട്ടന്റെ മക്കളുടെ കയ്യിൽ നിന്ന് കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ചേട്ടൻ മക്കൾക്ക് മിന്നൽ മുരളി പോലുള്ള ക്യാരക്ടേഴ്സ് ആണോ ഇഷ്ടം, അതോ AR റഹ്മാനെ പോലെ മണിയനെ പോലുള്ള ക്യാരക്ടേഴ്സ് ആണോ ഇഷ്ടം? എന്റെ മക്കൾക്ക് തീർച്ചയായിട്ടും മിന്നൽ മുരളി പോലത്തെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ചെറിയവൻ ഇപ്പൊ മണിയനാണ്, കുഞ്ഞികളുവാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെ കിടന്ന് ചാടി, കുതിരപ്പുറത്ത് ചാടുകയാണെന്ന് പറഞ്ഞ് വെണ്ടിയത്തിനത്തെ ചാടലും നഗത്തി പറയലും, ഞാൻ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ എന്റെ നെഞ്ചത്ത് ചാടി കയറി എന്നിട്ട് കള്ളനാണോ പോലീസാണോ ആദ്യമായിട്ട് ചോദിക്കുന്നു. ഇതൊക്കെ തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ തിരിച്ചറിയുന്നത് ഈ മിന്നൽ മുരളിയും AR റഹ്മാനിലെ മണിയനും ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം പലയിടത്ത് പോകുന്ന സമയത്ത് ഈ സിനിമകൾ നിൽക്കിട്ട് തന്നെ കാണുന്നു, ഭക്ഷണം കഴിക്കണമെങ്കിൽ കുട്ടികൾക്ക് ഈ സിനിമ വെച്ചു കൊടുക്കണമെന്ന് പല പാരന്റ്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അവരൊക്കെ വളർന്ന് വലുതാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴായിരിക്കും എന്റെ പ്രൈം, ഒരു നാൾ ഇവരൊക്കെ വളർന്ന് വലുതായിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് സിനിമകൾ ചെയ്യും. അത് വളരെ വളരെ പോയിന്റഡ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. ഈ ബൈറ്റ് എടുത്ത് വെച്ചോ, പിന്നൊരു സമയത്തൊക്കെ അത് യൂസ് ചെയ്യും. ചോദിച്ചോ, പെട്ടെന്ന് ചോദിച്ചോ. ആരാളാ? ഹലോ ടോവിനോ. ഹലോ ഹലോ. ഞാനിപ്പോ ഇപ്പോഴല്ല, ടോവിനോ എവിടെ പോയാലും ടോവിനോയുടെ വിട്ടു മാറാത്ത ഒരു ചോദ്യം ഉണ്ടായിരിക്കും ബേസിൽ ജോസഫിനെ റിലേറ്റ് ചെയ്ത്. കാരണം നിങ്ങളുടെ സൗഹൃദം തന്നെയാണ്. എന്നാലും ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് തോന്നിയിട്ടുണ്ടോ, എങ്കപ്പാത്താലും ഈ ഒരു രക്ഷയിലല്ലോടെ നിനക്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ ബേസിലിനോട്? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. കാര്യം എന്താ വെച്ചാൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച കൂടെ ഞങ്ങൾ ഒരുമിച്ചൊരു അവാർഡ് ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു വന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയ കുട്ടികൾ തന്നെയാണ് എന്നുള്ള കാരണമാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി പറയാൻ പറ്റും. ഞാൻ പറയുന്ന ഒരു ഏറ്റവും മോശം തമാശ വരെ അവനതിന്റെ വിഷ്വലൈസ് ചെയ്യാനും അതിനുവേണ്ടി ചിരിക്കാനും പറ്റും. അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട്. എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അവരോട് പറഞ്ഞു, അഭിനയം അടിപൊളിയാണ്, നിന്റെ അഭിനയം ഗംഭീരമാണ്, നീ ഇനി അഭിനയിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഒരു 3 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യണം എനിക്കൊരു സിനിമ തരണമെന്ന് കൂടി പറയുന്നുണ്ട്. അല്ലല്ല, അത് നിർബന്ധമില്ല. ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ സംവിധാനം ചെയ്താൽ മതി. ഞാൻ അതിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് സന്തോഷം തന്നെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. A round of applause, a big round of applause for Jovina Thomas. അതോടൊപ്പം തന്നെ ഞാൻ ഈ വേദിയിലേക്ക് അല്ല ജോവിൻ പറഞ്ഞു ചോദിച്ചു. ഹായ് സാർ. ഹലോ ഹലോ. ഹായ്. ഐഡന്റിറ്റിയിലെ ബെസ്റ്റ് മൊമെന്റ് അല്ലെങ്കിൽ അതിന് പറയാൻ പറ്റുന്ന ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി പറയാൻ പറ്റുമോ? സാറിന്റെ കൂടെ മകൻ അസോസിയേറ്റ് AR റഹ്മാനെ പറ്റിയിട്ടുണ്ട്, വലിയ സന്തോഷമുണ്ട്. ഐഡന്റിറ്റിയിൽ അങ്ങനെ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഡയലോഗ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ അതായിരിക്കും പിന്നീട് സിനിമയുടെ റിലീസിന് ശേഷം എവിടെയെങ്കിലും ഇന്ന ഡയലോഗ് പറയാമോ എന്ന് ചോദിച്ചാൽ പറയാം എന്നുള്ളതല്ലാതെ എനിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയലോഗ് ഇപ്പൊ പറയാമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ സിനിമയിലും ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഈ സിനിമയുടെ ഒരു അവസാനത്തെ ഒരു കുറച്ച് സമയം, ഒരു 30-40 മിനിറ്റ്സ് കാണാൻ തന്നെയായിരിക്കും. കാര്യം അത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കൊണ്ടും മ്യൂസിക് കൊണ്ടും എഡിറ്റിംഗ് കൊണ്ടും ഒക്കെ എലിവേറ്റ് ആവേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ വരും, അതെങ്ങനെ എത്രത്തോളം സന്തോഷത്തോടെ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രേക്ഷകർക്ക് അനുഭവപ്പെടുമെന്നും അത് സ്വീകരിക്കുന്നത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര കൊതിയുണ്ട്. കാര്യം അതങ്ങനെ അത്ര യൂഷ്വൽ അല്ലാത്ത ഒരു ഫോർമാറ്റിലുള്ള കുറച്ച് സീനുകളാണ്. അതിനു വേണ്ടിയിട്ട് നമ്മള് കുറച്ചധികം പരിപാടികൾ ഇപ്പോ ആർട്ട് ഡയറക്ടർക്കാണെങ്കിലും അതിനു വേണ്ടിയിട്ടാണ് ഷാബി ബിസ്ന എന്ന് പറയുന്ന
നമ്മൾ ഹിന്ദിയിലൊക്കെ കുറെ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടർ വന്നിരുന്നു. അദ്ദേഹം പിന്നെ നമ്മളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടുള്ള അനീസ് നാടോടി കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചധികം പരിപാടികൾ ആ സമയത്ത് ആ ഒരു ഭാഗത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിലേക്കുള്ള ബിൽഡപ്പ് ആണ് അതുവരെയുള്ള സിനിമയിൽ കൂടുതലും ഉണ്ടാവും. അപ്പൊ അത് കാണാനായിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഞാനിതിന്റെ ഈ ഒരു കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഈ സിനിമയിലുള്ള കോൺഫിഡൻസും പ്രതീക്ഷയും എന്ന് പറയുന്നത് ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എഡിറ്റർ മുതൽ ഇപ്പൊ ഇന്നലെ സൗണ്ട് മിക്സിംഗ് കഴിഞ്ഞ സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർ വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്റെ പ്രതീക്ഷ കൂട്ടുന്നത്.